ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇത് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് നമ്മൾ അവിടെ ചെക്ക് ഇൻ ചെയ്തിട്ടുള്ള ആ വൈകിട്ടുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്, നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ളത് നമ്മുടെ നൈറ്റ് സഫാരിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നൈറ്റ് സഫാരിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. നല്ല കാട്ടിൽ നല്ല തണുപ്പത്ത് നല്ല കൂരാക്കൊഴിടിനിടയിൽ കൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ആകെയുള്ള ലൈറ്റ് നമ്മുടെ ആ ജീപ്പിൻ്റെ ലൈറ്റ് മാത്രമാണ് കേട്ടോ. അതിൽ തന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇരുട്ടായിരിക്കും. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടനെ കൊണ്ട് ഓഫ് ചെയ്യിപ്പിച്ചിട്ട് നോക്കിയിട്ട് ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് കുറേ പൈസനെ കണ്ടിട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഫുൾ കാട്ടുപോത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് മാൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഷോർട്സ് ആയിട്ടുള്ള വീഡിയോ പോലത്തെ എനിക്ക് കിട്ടിയത് ഞാൻ വേറെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ ഉള്ള വീഡിയോ എനിക്ക് കിട്ടിയില്ല കേട്ടോ. ലോങ് വീഡിയോ ഇടാൻ പറ്റിയ മാൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുറേ മൃഗങ്ങളിൽ ഇങ്ങനെ ഈ കാട്ടുപോത്തിൽ തന്നെ കണ്ടിട്ട്, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആനയും പുലിയും കരടിയൊക്കെ ഉള്ള കാടാണ്. പക്ഷേ നമുക്ക് അതിനെ കാണാനുള്ള ലക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പോയിട്ട് നമ്മൾ അവിടുത്തെ ഡിന്നർ കഴിക്കാനുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിന്നറും അവിടെ അറേഞ്ച് ചെയ്തിരിക്കണം. നമ്മളെ റൂമിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇറങ്ങി പോകണം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ഡൈനിങ് ഏരിയ പോലത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പോയി നമ്മൾ ബഫേ ഡിന്നറൊക്കെ കഴിച്ചിട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ നെയ്ച്ചോറും ചപ്പാത്തി ചിക്കൻ കറിയൊക്കെ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേൻ്റെ വീഡിയോ ആണിട്ടത്. അപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് അത്രയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നത് അവിടുത്തെ രാവിലത്തെ കാറ്റിൻ്റെ സൗണ്ടാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ് കേട്ടോ. അവിടെ എന്താണെന്നറിയില്ല, ഫുൾ കാടിൻ്റെ ഉള്ളായൊന്നായിരിക്കും ഇവിടെ അത്രയും കാറ്റിൻ്റെ സൗണ്ട് കേൾക്കണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഡോർമെട്രിയൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇതാണ്ട് അവിടുത്തെ ഡോർമെട്രി ഉണ്ട് കേട്ടോ അവിടെ അവർക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് കുറേ നേരം ആ മഞ്ഞത്തെ കഥ ആലിപ്പണിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നിട്ടില്ല. അവൾ അവിടെ കിടന്ന് ആ മഞ്ഞത്ത് തണുപ്പത്ത് ഡാൻസ് കളിക്കണമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ജീപ്പ് നമുക്ക് വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ജീപ്പ് വന്നിട്ട് അതിൽ കയറിയിട്ട് നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയിട്ട് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ ജീപ്പിൽ കയറി നമ്മുടെ വീടിൽ നിന്ന് നമ്മുടെ റൂമിലേക്ക് വന്നോട്ടോ. അവിടെ പോയി നമുക്ക് ഫ്രഷ് ആയിട്ടൊക്കെ വേണം ഇനി നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതിൻ്റെ ഇടയിൽ എൻ്റെ കാലം ഒരു അട്ട അടിച്ചിട്ടോ. അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ തുടച്ച് തന്നെയുണ്ട് എൻ്റെ സ്നേഹനിധിയായ എൻ്റെ അനിയൻ. എന്നിട്ട് നമ്മുടെ അവിടെ നിന്ന് നമ്മൾ മുകളിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയിട്ട്, സോറി എനിക്ക് വീട് തന്നെ വായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത്ര എനിക്ക് ഫീൽ ചെയ്തൊരു ഹോംലി ഫീലായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടോ. നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ ഫുൾ ഫ്രഷായി നമ്മൾ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ടോ. ചെക്ക് ഔട്ട് ചെയ്ത് നമ്മൾ ജീപ്പിൽ കയറി ഇരുന്നിട്ടോ. അപ്പോൾ നമുക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ 13 കിലോമീറ്റർ കുണ്ടും കുലുങ്ങിയിട്ട് വേണ്ടി നമ്മൾ അവിടെ എത്താനുള്ളൊരു വിഷമത്തിലാണ് കേട്ടോ എല്ലാവരും. ഭയങ്കരമായിട്ടൊരു നമ്മൾ അത്ര ഇരിക്കണുള്ളൊരു മടിയാണ്, അതല്ലാണ്ട് വേറെ സീനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ടേ നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം ജീപ്പിലേക്ക് ഇരുന്ന് വീണ്ടും വല്ല മൃഗങ്ങളെ കാണാൻ പറ്റുമെന്നുള്ള ഒരു ഉള്ളിലൊരു പ്രതീക്ഷയിലാണല്ലോ ഞാനിരുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്നിട്ടില്ലേ, നമ്മുടെ പാലക്കാട് എക്സാക്ട് പാലക്കാടിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടോ. കാടൊക്കെ ഇറങ്ങുന്നില്ല, ഇത് കാടൊക്കെ ഇറങ്ങി നമ്മുടെ പാലക്കാട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ പാലക്കാട് തനി നാടൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഊണ് കഴിക്കാൻ കയറിയത് ഒരു പാടത്തിൻ്റെയൊക്കെ സൈഡിലുള്ള ഒരു ചെറിയൊരു മെസ്സിലായിരുന്നു കേട്ടോ. എന്നിട്ട് അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ പാലക്കാട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പാലക്കാട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ മറ്റേ മസാല സോഡ കുടിക്കാൻ വേണ്ടി പോയി, പിന്നെ മറ്റേ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിൽ പോയി. പക്ഷേ അതിൻ്റെ എല്ലാം ഞാൻ ഷോർട്സ് ആയിട്ടാണ് ഞാൻ വേറെ ഷോർട്സ് ആയിട്ട് ഞാനത് പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് ഇങ്ങനത്തെ ലോങ് വീഡിയോസിൽ എനിക്കത് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ ഒരു പ്രകൃതിയുടെ ക്ഷേത്രത്തിൽ പോയിട്ട് ചിങ്ങഞ്ചിറ ക്ഷേത്രമായിരുന്നു കേട്ടോ. അത് മറ്റേ കറുപ്പസ്വാമി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോയത്. അവിടെ മറ്റേ ഇങ്ങനെ പ്രകൃതിയായിട്ടുണ്ടായിട്ടൊരു ക്ഷേത്രം, നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വീണ്ടും നമ്മൾ പാലക്കാടിൻ്റെ ഇടവഴികളിലൂടെ ഇങ്ങനെ പോയിട്ടില്ല, ചേട്ടൻ ചായക്കടയിൽ പോയിട്ട് ഒരു ചായയും കുടിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. നമുക്ക് കുറച്ച് പാലക്കാടത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമം ഫുൾ കണ്ടിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകണം കേട്ടോ. നമ്മുടെ കൊച്ചിയിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു വയലിറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ലൊരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്ത് നമ്മൾ കൊച്ചിയിലേക്കുള്ള വണ്ടി എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.